ദൈവമാണ് ആ സന്തോഷം തരുന്നത്. And you know, the reason for that joy is Jesus. Amen. Amen. Hallelujah. Hallelujah. നമുക്ക് പെട്ടെന്ന് തന്നെ ദൈവവചനത്തിന്റെ ചിന്തയിലേക്ക് കടക്കാം. So let's quickly meditate the word of God today. കർത്താവിന്റെ സ്തോത്രം. പലപ്പോഴും ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേകമായ ഒരു നിയോഗത്താൽ ഈ വചനം കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് പകർന്നു. We have many times meditated these scriptures, these verses, but God has given me a new revelation that I want to share with you. നമുക്ക് ഒരുമിച്ച് അത് ധ്യാനിക്കാം. We'll meditate together. അതിനെ പഠിക്കാം. And we'll study it together. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 31-32 വാക്യം നമുക്ക് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതിൽ കൂടി ചിന്തിക്കുകയും ചെയ്യാം. Let's all turn our Bibles to Matthew chapter 24. We're going to meditate verses 31 and 32. Matthew chapter 24. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോട് കൂടെ അയക്കും. അവർ അവന്റെ വൃദ്ധന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. 24-ന്റെ 31-32. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളർത്തുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ ആരാ? അവൻ എന്ന് പറയുന്നത് യേശു കർത്താവ്. അവൻ അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. Matthew chapter 24 verse 32 says, "Now learn this lesson from the fig tree. As soon as its twigs get tender and its leaves come out, you know that summer is near." ഈ വചനത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. We'll thank God for these verses that He has given. Hallelujah. 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 ഇതൊരു prophetic word ആണ്. These verses are a prophetic words. ഭാവി കാലത്ത് നടക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഹല്ലേലൂയ പ്രവൃത്തിയെ വിളിച്ചറിയിക്കുന്ന ഒരു വചനഭാഗമാണ്. These verses are the prophetic verses that talks about an event that is going to happen in the future as per God's plan. ഈ ലോകം കാണുവാൻ പോകുന്ന, സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് പറയുന്നത് യേശുവിന്റെ രണ്ടാം വരവ്. The greatest miracle that the world is going to witness is going to be the coming of Jesus. Hallelujah. 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 അതായിരിക്കും വലിയ അത്ഭുതങ്ങൾ. That is going to be the greatest miracle. അതിനുവേണ്ടി ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. And that is why God is preparing you and I. നമുക്ക് സന്തോഷമുണ്ടോ? And how many of you are happy to know that? അതിനുവേണ്ടി ദൈവം ഒരുക്കുന്നു എന്നുള്ള ഒരു സന്തോഷം നമുക്കില്ലേ? How many are joyful to know that God is preparing you to witness the greatest miracle? ഒന്ന് കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തെ Can you lift your hands and say thank you Jesus? Hallelujah. Hallelujah. സങ്കീർത്തനം 116 ഇങ്ങനെ ഒരു വാക്യമുണ്ട്. In Psalms 136 it says like this. നീ എന്റെ ബന്ധനത്തെ അഴിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രത്തെ കരേറ്റും. It says in Psalms 136, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുകയാണ്. because you have set me from my bondage, ഞാൻ നിനക്ക് സ്തോത്രം കരേറ്റും. hence why I will praise you. Hallelujah. Hallelujah. ഇവർക്ക് ഇന്ന് അങ്ങനെ ഒരു ബോധ്യമുണ്ട്, എന്റെ ദൈവമാണ് എന്റെ ബന്ധനങ്ങളെ ഒക്കെ അഴിച്ചിരിക്കുന്നത്. How many of you have the complete consciousness that you have been set free from your bondages by the blood of Jesus? ആമേൻ. എത്ര പേർക്ക് സന്തോഷമാണ്? How many of you are happy to know that fact? ഒരുമിച്ച് വചനത്തിന് ഒന്ന് പ്രതിക്രിയ ചെയ്യുവാൻ, പ്രതികരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. And let today morning, as you hear the word, let your hearts be in a state of response when you hear the word of God. Hallelujah. ചിലവര് വചനം കേൾക്കുമ്പോൾ കരയാറുണ്ട്. Sometimes when people hear the word of God they cry. അല്ലെങ്കിൽ ചിലപ്പോൾ വചനം കേൾക്കുമ്പോൾ തുള്ളി ചാടാറുണ്ട്. Sometimes when people hear the word of God they jump up. Hallelujah. ചിലപ്പോൾ ദൈവവചനം കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെ ശാന്തമായി ഹല്ലേലൂയ അതിൽ തന്നെ സമർപ്പിക്കാറുണ്ട്. Sometimes there are people that listen to the word and dedicate ദൈവത്തിന്റെ വചന കേൾവി പല നിലകളിൽ ഹല്ലേലൂയ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമാണ്. And you know when you hear the word of God will interact with you at different levels in your life. Hallelujah. കാരണം ദൈവവചനം ചലിക്കുന്ന വചനമാണ്. Because the word of God is a word that moves you. Hallelujah. ദൈവത്തിന്റെ വചനം ക്രിയേറ്റ് ചെയ്യുവാൻ സാധ്യതയുള്ള അത്ഭുത വചനമാണ്. The word of God has the character to create. Hallelujah. ദൈവത്തിന്റെ വചനം കേൾവിയിൽ മനസ്സ് പുതുക്കപ്പെടും. And you know the word of God has a character that can renew your minds and your spirit. ദൈവത്തിന്റെ വചന കേൾവിയിൽ
നെഗറ്റിവിറ്റി മാറി പോസിറ്റിവിറ്റി അവൻ അതിൽ ഉളവാക്കും. The word of God has the character to push out the negativity and bring in വചനം positivity. പറയുന്നു ദൈവ വചനം അഴച്ച് ഞാൻ അവനെ സൗഖ്യമാക്കുന്നവൻ. The Bible says, I will send my word and they will be healed. അതിന്റെ അർത്ഥം നിന്നെ സൗഖ്യമാക്കുവാൻ പര്യാപ്തമായതൊന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ So തിരുവചനമാണ്. what that means, if God can send the word and heal you, that means the word of God is the only thing that can heal you is the word of God. സങ്കീർത്തനക്കാരൻ പറയുവാണ് ഹല്ലേലൂയ നീ എന്റെ ബന്ധനത്തെ അഴിച്ചിരിക്കുകയാണ്. The Bible, Psalms 136 says that God, you have set me free from my bondage. അത് ഞാൻ അനുഭവിക്കുക. And I'm experiencing the freedom. ഹല്ലേലൂയ ഇപ്പോ ബോണ്ടേജ് ഇരിക്കില്ല. And now I'm not having any bondage. ഹല്ലേലൂയ നിങ്ങളെ ഒന്ന് നോക്കിയേ നിങ്ങൾക്ക് എന്തെങ്കിലും ബോണ്ടേജ് ഉണ്ടോ? Look at yourself, examine yourself. Are you tied to something or are you bonded by something? ഇല്ലില്ല, യേശുവിൽ നമ്മൾ സ്വതന്ത്രരായി മാറി. No, in Jesus you have been set free. ഹല്ലേലൂയ. Hallelujah. ഭയത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ കഴിഞ്ഞു. You are able to come out of fear that you lived in. അത് നാളെയെ കുറിച്ചുള്ള ആശങ്ക നമുക്കില്ല. You have not been bonded by the fear of tomorrow. ഹല്ലേലൂയ. Hallelujah. മരണത്തെ കുറിച്ചുള്ള ഭയം ഇല്ല. You have no more the fear of death. It has been taken away. ഹല്ലേലൂയ. ബോണ്ടേജ് ഒന്നും നമുക്കില്ല ഇപ്പോൾ. You and I don't have bondage on anything. നമ്മൾ full free ആണ്. You are the truly free people. We are freed people of God. You are free people. Hallelujah. Hallelujah. ആകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് അവൻ പറയുന്നു. Because you are free people, and in that consciousness you will praise the Lord. ഇന്ന് പകൽ അങ്ങനത്തെ ഒരു ഫ്രീഡം ഹല്ലേലൂയ നീ അനുഭവിക്കുന്നുവെങ്കിൽ കരങ്ങളൊന്ന് അടിച്ചൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. I am experienced this freedom in my Christian life. Today morning, if you have experienced this freedom of not being bound by anything, can you give a big clap offering unto the Lord and say, thank you Jesus for setting me free? എന്തിൽ നോക്കിയാണ് നമുക്ക് ഏത് ബന്ധനങ്ങളും നമുക്ക് വിടുതൽ So what ലഭിച്ചിരിക്കുന്നത്? have you been set free from? പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുന്നു. You have been set free from sin. ശാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുന്നു. You have been set free from curses. ഭയത്തിന്റെ ബന്ധനത്തിൽ ദൈവം You വിടുവിച്ചിരിക്കുന്നു. have been set free from the bondage of fear. ലോകത്തിന്റെ ബന്ധനമുണ്ട് കേട്ടോ, അതിൽ നിന്നും ദൈവം വിടുവിച്ചിരിക്കുന്നു. You have been set free from the curses of this world. Hallelujah. Bondage of this world. You have been set free from the bondage of this world. Hallelujah. ഈ ലോകം നമ്മളെ ബൗണ്ടറികള് അല്ലെങ്കിൽ ബോണ്ടേജിൽ ഇടുവാൻ സാധ്യതകളുണ്ട്. എന്നാൽ യേശു കർത്താവ് അതിൽ നിന്നൊക്കെ വിടുതൽ നൽകിയിരിക്കുകയാണ്. Because the world you and I live in has a tendency to bond you to this pattern of the world. But let me tell you the truth, that Jesus has set you free from all these bondages. Hallelujah. 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 നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന് മുമ്പേ വളരെ ചിന്തനീയമായ അതിലേക്ക് എടുക്കുമ്പോൾ വളരെ എന്റെ കൂടെ നിങ്ങൾ കടന്നു വരുവാണെങ്കിൽ വലിയ വിടുതലുകൾ ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് നൽകും. Today morning, as we meditate the scripture of Matthew chapter 24 verses 32, I want you to journey with me in my thoughts so that you can really understand the spiritual truths behind it. ഈ ലോകത്തിൽ അല്ലെങ്കിൽ അനേകര് ജനിച്ച് ജീവിച്ച് മരിച്ച അല്ലെങ്കിൽ മൺമറഞ്ഞു പോയിട്ടുണ്ട്. You know, in this world that we live in today, many people were born, many people lived, and many people died. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായാണ് യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത്. But let me tell you, Jesus was not an ordinary person who was born, lived and died, but he was very different. യേശു ക്രിസ്തുവിനെ വ്യത്യസ്തമാക്കുന്ന ചില ഗുണവിശേഷതകൾ യേശു ക്രിസ്തുവിനുണ്ട്. And you know why? Because Jesus Christ had some characters that made him unique to someone else that lived and died. ഹല്ലേലൂയ. Hallelujah. അതിൽ അതിപ്രധാനമായ 3 കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. And today morning, my aim is to bring out 3 characters that made Jesus unique. ഈ ലോകത്തിൽ ജനിച്ചു മരിച്ചു മൺമറഞ്ഞു പോയ സകലരും ഇവിടെ ജീവിപ്പാനായി വന്നവരാണ്. You know, many people that were born and that lived in this world and died in this world, they were born, they lived with an intention to live in this world. നിർവാഹമില്ലാത്തത് കൊണ്ട് അവരെല്ലാം മരിച്ചു. Because they were unfortunate, they died. They had no other choice. അവർക്ക് മരിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, മരിച്ചുപോയി. You know, they never had a desire to die. They died because they were meant to die or they were unfortunate to die. അവർ മരിക്കുന്ന നാഴികയിൽ ഹല്ലേലൂയ അവരുടെ ജീവൻ നിലനിർത്തുവാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകാറുണ്ട്. Sometimes when these people lived, they tried their level best by going into the hospital to sustain their life even further. ഹല്ലേലൂയ. ഒരു നാളോടും ജീവിച്ച
ജീവിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം. Because the desire in their hearts were, I wanted to live one more day if I can. നിവൃത്തിയില്ലാത്തതിനാൽ അവർ മരണത്തിന് കീഴ്പ്പെട്ടു. Because they were unfortunate, they could not extend their days many more and they died. ഹല്ലേലൂയ. എല്ലാവരും ജീവിക്കാൻ വേണ്ടി വന്നവരാ. So many people are born into this world to live. എന്നാൽ യേശു കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിപ്പാനായിട്ടാണ് ഈ ലോകത്തിൽ വന്നത്. But what makes Jesus unique is that he came into this world to die for everyone. ഹല്ലേലൂയ. Hallelujah. ഞാൻ പ്രസംഗിക്കുന്ന നസ്രേനായ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകതയാണ് ഹല്ലേലൂയ അവൻ ഈ ലോകത്തിലേക്ക് വന്നത് പാപികളുടെ ഹല്ലേലൂയ കർത്താവിന്റെ സ്തോത്രം പകര ഹല്ലേലൂയ പാപികൾക്ക് പകര യാഗമാകുവാൻ മരിപ്പാനായി കടന്നു വന്നു. Jesus Christ was not like the other people who came to live in this world, but he came to this world to die for sinners like you and me, to be this living sacrifice, to die and to be the pure sacrifice for our sins. അതാണ് യേശുവിന്റെ പ്രത്യേകതകളിൽ ഒന്ന്. And that is the first uniqueness of Jesus. രണ്ടാമത്തെ പ്രത്യേകത, The second uniqueness of ലോകത്തിൽ Jesus. ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ മഹാന്മാർ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. The second uniqueness, the ones that were born and lived on this earth and died, no one came back to life. ഹല്ലേലൂയ. Hallelujah. അവരാരും ഉയർത്തില്ല. അവരുടെ കല്ലറ അടഞ്ഞിരിക്കുകയാണ്. Their tombs are still closed and no one's tomb has been opened and they've risen up. ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. No tombs has been opened. സകലരുടെ കല്ലറകൾ ഹല്ലേലൂയ അടഞ്ഞു കിടക്കുമ്പോൾ ഭൂലോകത്തിന്റെ മധ്യഭാഗത്ത് പാലസ്തീൻ മണ്ണിൽ ഒരു കല്ലറ ഇപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്. അതാണ് നമ്മൾ ആരാധിക്കുന്ന യേശുവിന്റെ കല്ലറ. When all the tombs and graves of the world are still closed, there is one grave that has been opened even to this day, and that is the grave, the tomb of Jesus Christ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? I don't know if you have noticed. നിങ്ങൾ സെമിട്രികളിലൊക്കെ പോകുമ്പോൾ അവിടെ കല്ലറകളുണ്ട്. When you go to a cemetery, you find a lot of these graves and graves. ഹല്ലേലൂയ. കല്ലറകളുണ്ട്. ആ കല്ലറയില് ഒരു കല്ലിങ്ങനെ നിവര വെച്ചിട്ടുണ്ട്. And you know, on this cemetery and the grave, they normally put a stone എന്നിട്ട് അവരുടെ ജനനവും തീയതിയും മരണ തീയതിയൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. and in the stone they will inscribe the date they were born and the date that they died. ഹല്ലേലൂയ. Hallelujah. യേശു കർത്താവിന്റെ കല്ലറയുടെ പുറത്തല്ല എഴുതിയിരിക്കുന്നത്. യേശു കർത്താവിന്റെ കല്ലറയുടെ അകത്താണ് വിവരം എഴുതിയിരിക്കുന്നത്. അവൻ ഇവിടെ നിങ്ങൾ നോക്കുന്ന ഹല്ലേലൂയ യേശു ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന്. Hallelujah. The graves of people that live in the world, people inscribe their living date and their end date on outside of the grave. But let me tell you, the uniqueness of Jesus Christ's grave is that what the message is written inside his grave, that he is not here. The one you're looking for has been resurrected. ആമേൻ. ഹല്ലേലൂയ. അതാണ് യേശുവിന്റെ കല്ലറയുടെ വ്യത്യസ്തത. And that is the uniqueness of his grave. ആ കർത്താവിനെ ആരാധിക്കാൻ ഭാഗ്യം നമുക്ക് ലഭിച്ചില്ലേ? And you and I have been given the privilege to live and serve the living God. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി സ്തോത്രം. I thank God for the children of God that are able to rejoice to serve this living God. ഹല്ലേലൂയ. ആ കർത്താവിനെ ആരാധിക്കുവാൻ ആലയത്തിലേക്ക് കടന്നു വരുവാൻ ഹല്ലേലൂയ ഭാഗ്യം ദൈവം നമുക്ക് നൽകിയില്ലേ? You and I have been blessed, been given the privilege to come to this church to Hallelujah. worship this God that has been resurrected. അത് ആ ഉയർത്തെഴുന്നേറ്റവന്റെ ഹല്ലേലൂയ ഈ ലോക ജീവിതത്തിൽ പറഞ്ഞ വായ്മൊഴിയാണ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. And this is what the person that lived on this earth, that Jesus says that I shall build my church upon this rock and no gates of hell hell never shall not prevail. prevail. ഹല്ലേലൂയ. ഞാൻ പണിയും. And Jesus says I will build my ഓ, church. നിങ്ങളൊന്ന് സന്തോഷിച്ച്, ഞാൻ പണിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Jesus is saying I will build my church. പാസ്റ്റർ അല്ലാതെ പണിയുന്നത്, Pastor does not build the church. ഇവാഞ്ചലിസ്റ്റ് അല്ലാതെ An പണിയുന്നത്, evangelist does not build the church. ഹല്ലേലൂയ കർത്താവിന്റെ സ്തോത്രം, എൽഡർ അല്ലാതെ പണിയുന്നത്, And elders don't build the church. പാസ്റ്ററിനെയും ഇവാഞ്ചലിസ്റ്റിനെയും ടീച്ചേഴ്സിനെയും പ്രോഫറ്റ്സിനെയും എൽഡേഴ്സിനെയും ആക്കി വെക്കുന്ന ദൈവമാണ് അതിനെ പണിയുന്നത്. The one who builds the church is the apostles, the prophets, the pastors, the elders that God has appointed, and he is the one who will build the church. അവൻ പണിയുന്ന ആലയത്തിന്റെ ഒരു കല്ലാകുവാൻ, ജീവനുള്ള കല്ലാകുവാൻ ഭാഗ്യം നമുക്ക് ലഭിച്ചു. And you know, God has given you the privilege to become a living stone in part of his church that he is building. ഹല്ലേലൂയ. Hallelujah. നമ്മളിപ്പോൾ ജീവനുള്ള കല്ല, And you are a stone that lives. ലിവിംഗ് സ്റ്റോൺ. You are a living stone. ഹല്ലേലൂയ. എത്ര How many സന്തോഷം. of you are happy? നമ്മൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. You are being a stone that is being used to build up.
ഒറ്റ കല്ലും കൊണ്ട് ഒരു ആലയം പണിതെടുക്കാൻ പറ്റത്തില്ല, ഒരു ബിൽഡിംഗ് പണിതെടുക്കാൻ പറ്റത്തില്ല. You cannot build a building with just one stone. എത്ര പേർക്ക് റിസീവ് ചെയ്യുന്നത് ഇത് How many മനസ്സിലാക്കുന്നു? of you are able to receive this? അല്ലെങ്കിൽ ഒരു ഇങ്ങനെ അടക്കി വെക്കുന്ന കല്ലിൽ ഒരു കല്ല് പറയുക എനിക്ക് ഇവിടെ ഇരിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നടർന്ന എല്ലാം അടർന്നു പോകും. Just imagine you are a stone and you are being stacked upon different stones, and one stone says to you, I don't like to be here, I want to come out. What happens to the building? It collapses. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മളെ കർത്താവ് പറയും, നമ്മളെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ജീവനുള്ള കല്ലമീ. And that is what Jesus calls you. You are a living stone. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് ജീവനുള്ളവരായി വെച്ചിരിക്കുന്നത്. God has kept you as a live person. എന്നാൽ ഒരു കല്ല് ഹല്ലേലൂയ സ്ഥാപിതമാകുമ്പോൾ സ്ട്രെങ്ത് സ്ഥാപിതമാകും. You know, when a stone is being put into the foundation, what is being established there is the strength to the foundation. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? How many of you are able to understand? എത്ര പേർക്ക് മനസ്സിന്റെ അകത്ത് ഉള്ളിൽ ഒരു ബോധ്യമുണ്ട് ഞാൻ ഒരു സ്ട്രെങ്ത് ആണ്? That how many of you are able to believe in your heart that you are a stone that is a strength? ഹല്ലേലൂയ. ഞാൻ പണിയപ്പെട്ടാൽ ആ സ്ട്രെങ്ത് ആകത്തുള്ളൂ. That if you are only built, you will become strong. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവം പറയുകയാണ് അവൻ തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കും. And that is what Jesus is saying, I will build my church. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന ദൈവം മരിച്ച ദൈവമല്ല, ഹല്ലേലൂയ, ഉയർത്തെഴുന്നേറ്റവനായ യേശുവാണ്. You are not serving a God that is dead, but you are serving a God that is living. യേശു കർത്താവിന്റെ മറ്റൊരു പ്രത്യേകത, So the third uniqueness of Christ. ഞാൻ പറഞ്ഞു യേശു കർത്താവ് മറ്റുള്ളവരെ പോലെ ജീവിക്കാനായി വന്നതല്ല, നമുക്ക് വേണ്ടി മരിപ്പാനായി So വന്നു. I told you the first uniqueness is that Jesus Christ did not come to live like other people, but he came to die for you and I. അല്ലെങ്കിൽ രണ്ടാമത് യേശു ക്രിസ്തുവിന്റെ അതിന് മരണത്തിൽ കൂടി ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവനുണ്ടായി, മറ്റാർക്കും അത് ഉണ്ടായിട്ടില്ല. And the second uniqueness is like other people came and died, no one rose again, but Jesus rose again. എന്നാൽ മൂന്നാമത്തെ ഒരു പ്രത്യേകതയുണ്ട്. And then third, there is a ഇത് uniqueness. കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. And when you hear this, you need to rejoice. അല്ല, ഇത് കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ഒരു ആനന്ദം And ഉണ്ടാകും. when you hear this, your heart should be joyful. അത് എന്താണെന്ന് അറിയാമോ? You know what the uniqueness is? യേശു ക്രിസ്തു മരിക്കുന്നതിന് മുൻപേ പറഞ്ഞു ഞാൻ പോയതുപോലെ തിരിച്ചു വരും. And the uniqueness is the third one. Jesus said before he went, he said, as you see me going, so will be the same way I will come back. Oh, thank you Lord. Thank you, Lord. യേശുവിന്റെ പ്രത്യേകതയാണ് അവൻ പറഞ്ഞു ഞാൻ തിരികെ വരും. And the third uniqueness, he said he will come back, and he is coming back. ലോകത്തിലെ മഹാന്മാരായി അതിൽ പലരുമുണ്ട്. ഹിറ്റ്ലർ പറഞ്ഞില്ല ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞില്ല. Hitler, there are so many great people. Hitler didn't say that I will come back കാൾ to life. മാർക്സ് പറഞ്ഞില്ല ഞാൻ തിരിച്ചു വരുമെന്ന് Karl പറഞ്ഞില്ല. Marx did not say that he will come back to life. മഹാത്മാഗാന്ധി പറഞ്ഞില്ല ഞാൻ തിരിച്ചു വരുമെന്ന്. Mahatma Gandhi did not say that I'll come back to life. അല്ലെങ്കിൽ മഹാവീർ ബുദ്ധ പറഞ്ഞിട്ടില്ല ഞാൻ വരുമെന്ന്. Buddha did not say that I'll come back to life. ഹല്ലേലൂയ. മുഹമ്മദ് പറഞ്ഞിട്ടില്ല ഞാൻ വരുമെന്ന്. Muhammad did not say that I will come back to life. ഹല്ലേലൂയ. യേശു പറഞ്ഞു ഞാൻ തിരിച്ചു വരും. But Jesus said, I am ഞാൻ coming തിരിച്ചു back. വരും. ഹല്ലേലൂയ. Jesus said, I am coming ഞാൻ back. തിരികെ വരുമെന്ന്. That I am coming ഓ, back. നിങ്ങളുടെ ഉള്ളിൽ സന്തോഷമുണ്ടോ? Are you not happy to know this? കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, അവന് വേണ്ടി ജീവനെ ഏൽപ്പിച്ച, ഹല്ലേലൂയ, സമർപ്പണമുള്ള ദൈവസഭയെ അവനോട് ചേർക്കുവാൻ അവൻ തിരികെ വരും. Are you not happy to know that he is coming back to take up his church? ഹല്ലേലൂയ. ഇതുപോലെ പ്രോമിസ് ചെയ്ത മറ്റൊരു ദൈവമില്ല. You know, there is no other God that has this uniqueness and has said these things. അവൻ വരുവാൻ കാലമസന്നമായി. And the time is near for his coming. ഇതൊക്കെ കാണുമ്പോൾ അവൻ വാതിക്കലായി എന്ന് നീ അറിഞ്ഞുകൊള്ളു. And when you see the things that is happening around you, don't be shaken. Know that he is coming. നിങ്ങളുടെ ജീവിതം ഒന്ന് ഈ ലോകത്തിലേക്ക് ഒന്ന് നോക്കിയാൽ, Look, just examine your life around this world that you live in. ഹല്ലേലൂയ, അതിക്രമങ്ങൾ കൂടുന്ന ഒരു ലോകത്തിലേക്ക് You live in a time where people are in crime and violence. ഹല്ലേലൂയ. Hallelujah. അവിടെയാണ് ദൈവം നമ്മളെ ആക്കി വെച്ചത്. And that is where God has placed you in midst of all these crimes and violence. യേശുവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, ലോകാവസാനത്തിന് നിന്റെ വരവിനുള്ള ലക്ഷണം എന്താണ് എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മുൻപിൽ യേശു പറഞ്ഞത് ഇങ്ങനെയാ. And you know, the disciples asked this question, Jesus, how will we know that your time coming is near? And Jesus responds like this. ഹല്ലേലൂയ, നോഹയുടെ കാലം പോലെ ഒരു കാലം നീ കാണും, അപ്പോൾ മനസ്സിലാക്കുക യേശുവിന്റെ വരവടുത്ത് എന്ന്. And Jesus tells the disciples, say,
times will be like the times of Noah, where you will live and you will see. And remember, when you see that, my coming is near. പാപത്തിൽ കൊതിയോടെ മുഴുങ്ങി നിൽക്കുന്ന ഒരു കൂട്ട ജനം ലോകത്തിൽ ഹല്ലേലൂയ പാപം സ്നേഹിക്കുന്നവരായി ഹല്ലേലൂയ ജീവിക്കുന്ന അതിക്രമങ്ങളാലും അകത്യങ്ങളാലും പാപങ്ങളാലും ജീവിതത്തിന്റെ മോഹങ്ങളാലും ഹല്ലേലൂയ കർത്താവിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ജനതയുടെ നടുവിൽ നീ ആയിരിക്കുമ്പോൾ മനസ്സിലാക്കണം, നോഹയുടെ കാലം പോലൊരു കാലമാണിത്. Today morning, you need to understand you live in a world that is accustomed to sin, that loves sins, that wants to live away from the Lord. Understand that Jesus said, you are going to see the days that you're going to live in to be the days like Noah. And when you see that, you understand that Jesus is coming. എനിക്കറിയുന്നില്ല എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇത് ആവർത്തിച്ച് പറയിപ്പിക്കുന്നത്. യേശുവിന്റെ വരവടുത്തു. I don't know why I'm saying this, but let me tell you that Jesus is coming soon. അത് യേശുവിന്റെ വരവടുത്തു. That his coming is near. ഹല്ലേലൂയ. അവന്റെ വരവിലേക്ക് ദൈവം നമ്മളെ സഭയായി ഒരുക്കുകയാ. And you know, as a church, he's preparing us to take him with him to as a church. വിശുദ്ധിയിൽ ഒരുക്കുകയാ. He's preparing us in holiness. ഐക്യതയിൽ ഒരുക്കുകയാ. He's preparing us in unity. സ്നേഹത്തിൽ ഒരുക്കുകയാ. He's preparing us in love. മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാനൊന്നും ഇനി തത്രപ്പാട് ചെയ്യുവാൻ സമയമില്ലെന്ന്. You know, don't be busy doing other things in your life. Be ready to ഹല്ലേലൂയ. ജോലിയൊക്കെ ചെയ്യുക, അത് നല്ലത് തന്നെ. ഹല്ലേലൂയ. എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഹല്ലേലൂയ ആഗ്രഹം, ഒരു കൊതി നിനക്കുണ്ടാകട്ടെ. എന്റെ അപ്പച്ചന്റെ വരവടുത്ത ഈ കാലഘട്ടത്തിൽ ഉണർന്നു നിൽക്കുന്ന ഒരു സമൂഹത്തോട് കൂടി യേശുവിന്റെ വരവിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന അനുഭവത്തിലേക്ക് എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. Today morning, let me tell you, it is good for you to go to work and all those things, but let me tell you, deep down in your heart, you need to have this desire that is bubbling and always saying, I've always been conscious that Jesus is coming soon. So God, help me together with my church be prepared for your coming with the holy people. യേശു പറഞ്ഞു, ഞാൻ മടങ്ങി വരും. But Jesus said, I will be coming back. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe അവൻ that? മടങ്ങി വരുമെന്ന്. That Jesus is coming back. മൈക്കേറ്റെടുക്കരുത്, മടങ്ങി വരും. Don't take this lightly. It യേശു is very പെട്ടെന്ന് serious. വരും. He is coming അവന്റെ soon. വരവടുത്തു. His coming is so near. ഹല്ലേലൂയ. അതിനെ ഗൗരവമായി എടുക്കണം. You need to take this very seriously. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ വരവ് അടുക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന 96 വിധ അടയാളങ്ങൾ ക്രമപ്പെടുത്തിയിട്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട്. You know, there are 96 signs of Jesus' coming that is clearly mentioned in the Bible. ഹല്ലേലൂയ. ബൈബിൾ ആകത്തുക പഠിക്കുമ്പോൾ ഹല്ലേലൂയ 96ഓളം, ചിലപ്പോൾ കൂടുതൽ കാണാം, ചിലപ്പോൾ കുറഞ്ഞു ഇരിക്കാം. ഹല്ലേലൂയ. ഏകദേശം അതുപോലത്തെ അടയാളങ്ങൾ അവിടെ ഹല്ലേലൂയ എഴുതിയിട്ടുണ്ട്. From my understanding, it might be a little bit more or less, but there are 96 signs that are going to happen for the God's coming. വേദപുസ്തകത്തിന്റെ അവന്റെ അടയാളങ്ങളെ 5 വിധ നിലകളിൽ 5 വിധത്തിൽ അതിനെ തരം തിരിക്കാം. You know, the 96 odd signs, you can classify them into 5 types. വേൾഡ് സയൻസ്, The signs of the world. പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, The signs of the world. ഹല്ലേലൂയ. ജാതീയ ലക്ഷണങ്ങൾ, The signs of religious signs. Religious signs. ഹല്ലേലൂയ. യഹൂദിയ ലക്ഷണങ്ങൾ, The signs of the Jews. 4 സഭാ ലക്ഷണങ്ങൾ, The signs of the church. ഹല്ലേലൂയ. സ്പിരിച്വൽ സയൻസ്, അതായത് ആത്മീക ലക്ഷണങ്ങൾ. 5th one, spiritual signs. അതിനകത്ത് മനസ്സിലായി. How many of you are able to understand the 5 signs? യേശുവിന്റെ വരവിനെ തരംതിരിക്കുന്ന 5 വിധ കാര്യങ്ങൾ ബൈബിൾ So പറഞ്ഞിട്ടുണ്ട്. there are 5 classification of the signs that Jesus is mentioned in the Bible of the 5. ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാൻ പറയാം. I'll repeat that again. അതിന് എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. You can write it down if you want to. അതുപോലത്തെ മനോഹരമായ ചിന്ത തലംതിരിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കും അവന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. And if you classify all the signs of the Bible to these 5 categories, you will understand his coming is so near. പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, The signs of the World signs. world signs of the world. ജാതീയ ലക്ഷണങ്ങൾ, The signs of the Gentiles. യഹൂദിയ ലക്ഷണങ്ങൾ, The signs of the Jews. സഭാ ലക്ഷണങ്ങൾ, The signs of the church. ഹല്ലേലൂയ. അല്ലാതെ ആത്മീക ലക്ഷണങ്ങൾ. The signs of the Spirit. ആമേൻ. Amen. ഇതിനെ പഠിച്ചു കഴിഞ്ഞാൽ If you study these 5, വളരെ കൃത്യമായി അതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്താൽ, and if you're able to focus on these 5, വേൾഡ് സയൻസ് എന്താണ് ലോകത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ, and when you start examining what these 5 signs are, when you start examining around the place that you live in, that is world science. that is world signs. വേൾഡ് കാണിച്ചു തരുന്ന അടയാളങ്ങൾ, And that those are signs that the world രോഗങ്ങൾ, showcases. Sicknesses, യുദ്ധങ്ങൾ, wars, ക്ഷാമങ്ങൾ, calamities,
ജാതി ജാതിയോട്, ഹല്ലേലൂയ, അപ്പൻ മക്കളോട്, മക്കൾ അപ്പനോട്, ഹല്ലേലൂയ, രാജ്യം രാജ്യത്തോട്, ഹല്ലേലൂയ, പോരുകളാ There സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. are wars in families, in father and son, son and father, between countries, between people of different caste and religion. വളരെ And it വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. has been increasing in a great manner. It is increasing. ഹല്ലേലൂയ. Hallelujah. ജാതീയ ലക്ഷണങ്ങൾ, These are signs of the world. ഹല്ലേലൂയ, Religious. These are religious signs. ഹല്ലേലൂയ, Second യഹൂദിയ one. ലക്ഷണങ്ങൾ The third one, signs of the Jews. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക വളരെ It ശക്തമായി. is happening to the Jews now. ഹല്ലേലൂയ, വളരെ ശക്തമായി It is നടന്നുകൊണ്ടിരിക്കുക. happening extensively to the Jews. യേശുവിന്റെ വരവ് അടുത്തു എന്നാ You പറയുന്നത്. know what it proclaims? It is proclaiming that Jesus is coming. ഹല്ലേലൂയ, UN മീറ്റിംഗ് ഉണ്ടായിരുന്നു. UN അല്ലെങ്കിൽ ഡെലിഗേറ്റ്സിന്റെ മീറ്റിംഗ് കഴിഞ്ഞ ദിവസം You know, ഉണ്ടായിരുന്നു. there was a UN meeting among the delegates in the last weeks. Last ഹല്ലേലൂയ. days. അതായത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ യുഎനില് സംസാരിക്കുവാൻ സ്റ്റേജിൽ വന്നപ്പോൾ അവിടെ ഹല്ലേലൂയ 50ഓളം രാഷ്ട്രം, ഹല്ലേലൂയ, അതായത് യുഎനിലെ ഡെലിഗേറ്റ്സ് വാക്ക് ഓഫ് ചെയ്തു ഔട്ട്സൈഡിൽ. You know, when the Prime Minister of Israel came to speak at the UN conference, almost delegates from 50 countries walked off. ഹല്ലേലൂയ, അവർക്കത് കേൾക്കണ്ട. Because they don't want to hear from such a man. യഹൂദിയ ഹല്ലേലൂയ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. Because they hate the Jews, and these are the signs to the Jews. സഭാ ലക്ഷണങ്ങൾ. Now the signs to the church. അല്ലെ സഭ എങ്ങനെ ഇരിക്കണം, ഏത് രീതിയിൽ ഇരിക്കണം, ഏത് അല്ലെങ്കിൽ അച്ചടക്കത്തിൽ ഇരിക്കണം എന്നുള്ളതിനെയൊക്കെ കാണിച്ചു തരുമ്പോൾ സഭയിൽ കുത്തഴിഞ്ഞ അനുഭവങ്ങൾ ഹല്ലേലൂയ യേശുവിന്റെ വരവിനെ You കാണിക്കുന്നു. know, when God has clearly mentioned how a church should function, but you look at the churches today, then what is happening in the church? These are signs of the ഹല്ലേലൂയ, church. ലോകത്തിന്റെ ഹല്ലേലൂയ കർത്താവിന്റെ സ്തോത്ര സ്വഭാവ വിശേഷതകൾ സഭയുടെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയോ The pattern and the culture of the world is creeping into the church. ഹല്ലേലൂയ, ബൈബിൾ പറയുന്നത്, ഹല്ലേലൂയ, യൂദയിൽ പറയുന്നത് നുഴഞ്ഞു കയറി വരുന്ന ഒരു ആലയത്തിലേക്ക് അത് നുഴഞ്ഞു കയറി വരും. In Hebrews it says that the culture of the world is creeping into the church. ഹല്ലേലൂയ, അറിയാത്ത വഞ്ചനയുടെ ആത്മാവിൽ കൂടിയിടുന്നു വരും. It comes deceptively, even without you knowing, through the word. ഹല്ലേലൂയ, സഭയിൽ ഹല്ലേലൂയ സംഭവിക്കുന്നതൊക്കെ അതൊക്കെ സംഭവിക്കും. മനസ്സിലാക്കണം, ദൈവത്തിന്റെ വരവടുത്തിരിക്കുകയാണ്. And when you see things happening in churches, remember one thing, that these are the signs of the church that proclaims one truth, that Jesus is ഹല്ലേലൂയ, coming. പലപ്പോഴും ഹല്ലേലൂയ സെൽഫ് റൈച്ചസിനെ ഫോക്കസ് ചെയ്യുന്ന ഹല്ലേലൂയ സഭകളായി മാറുകയാണ്. And sometimes the churches are being converted to be churches that are self-righteous. ഹല്ലേലൂയ, ദൈവത്തെ ഫോക്കസ് ചെയ്യുന്നതിന് പകരമായി അവരവരെ ഫോക്കസ് ചെയ്യുന്നു. When churches' focus are supposed to be towards God, they are now focusing on themselves. ഹല്ലേലൂയ, Hallelujah. അവരാണ് അവിടെ മുഖ്യമായി വരുന്നത്. And here the men and women of God are the ones that are the foundation of the church. ഹല്ലേലൂയ, അവരെ കാണിക്കുകയാണ്, And ദൈവത്തെ കാണിക്കുവാൻ മറന്നുപോകുന്നു. And they portray themselves and not God. അല്ല, ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് ഇടപെടുകയാണ്. And today morning God is speaking to കർത്താവിന്റെ us. വരവ് അടുത്ത് And പ്രിയരേ, it is proclaiming one truth, that നമ്മളെ Jesus Christ is ഒരുക്കുവാൻ coming. കർത്താവ് പറയുകയാണ്. And one truth that is proclaiming is that prepare your heart for His അഞ്ചാമത്തെ coming. കാര്യമാണ് സ്പിരിച്വൽ സയൻസ്. Fifth sign, spiritual signs. ഹല്ലേലൂയ. Hallelujah. ഓ കർത്താവിന്റെ സ്തോത്രം. Hallelujah. ബൈബിൾ പറയുന്നത് അവസാന നിമിഷങ്ങളിൽ ഹല്ലേലൂയ കർത്താവിന്റെ ദുരുപദേശങ്ങളാലും ഹല്ലേലൂയ മാത്രമല്ല അവരുടെ ചെവിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ശുശ്രൂഷിക്കുന്നു. ആത്മീകം പോലും അതിന്റെ ലെവലുകൾ മാറുന്നു. You know, in the signs of the spiritual signs, what it says is that the word of God becomes so it becomes deceptive, and it ഹല്ലേലൂയ, ആ ജനങ്ങളുടെ വിശ്വാസം തണുത്തുകൊണ്ടിരിക്കുന്നു. and the spiritual life of people start becoming cold. ഹല്ലേലൂയ. Hallelujah. യേശുക്രിസ്തുവിന്റെ വരവെടുക്കുമ്പോൾ And when Jesus Christ coming is near, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? so what will be our condition? സഭയുടെ അവസ്ഥ What will എന്തായിരിക്കും? be the condition of the church? ലോകത്തിന്റെ അവസ്ഥ What will be എന്തായിരിക്കും? the condition of this world? യഹൂദിയ ലക്ഷണങ്ങൾ What will be the എന്തായിരിക്കും? condition of the Jews? ക്രിസ്തീയ സഭയുടെ അവസ്ഥ What will be എന്തായിരിക്കും? the condition of the Christ church? ഇത് അഞ്ചും ഒന്നിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കർത്താവ് വാതിക്കൽ വന്നിരിക്കുകയാണ്. And when you study all these 5 characters, you will understand that His coming is near the door. ഞാന് കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. And I always say this. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാറുന്നതൊന്നല്ല ദൈവത്തിന്റെ വിശുദ്ധ വചനം. And you know, as times change, the one thing that does not change as the time changes is the word of God. It doesn't change. ഹല്ലേലൂയ. Hallelujah. കാലഘട്ടം മാറും, വചനം മാറത്തില്ല. The
times may change, the ages may change, but one thing that does not change is the word of God. ഹല്ലേലൂയ. Hallelujah. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ഈ ലോകത്തിന്റെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. And the world, as Bible says, is changing, and it has changed and it is changing. ഹല്ലേലൂയ. Hallelujah. വർത്തമാന പത്രങ്ങൾ, ടിവികൾ, ന്യൂസ് ചാനലുകൾ ഇന്ന് രാവിലെ സംഭവിച്ചത് വൈകുന്നേരം ഹല്ലേലൂയ അത് കാണിക്കും. Today, news channels, your other social media will show you news that happens in the morning, in the evening. ഇന്നലെ അവിടെ ഭൂകമ്പമായത്, ഇന്നലെ ഇവിടെ യുദ്ധമായത്, ഇന്ന് വൈകുന്നേരം കാണിക്കും. And they will show you that the earthquakes have happened in different places, war is happening in other places. They will show it to you today. അല്ലെങ്കിൽ തത്സമയ പ്രക്ഷേപണം ചെയ്യും. Sometimes they might bring the news to you live. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നാളെ എന്ത് സംഭവിക്കും എന്ന് പറയുന്ന ഒറ്റ പത്രമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ തിരുവചനം. But there is only one news that tells you what your tomorrow would look like, and that is the news of the word of God. And that is what it is in your hands. അതിനൊന്ന് ഉയർത്തി പിടിച്ചേ. And can you lift up the Bible? നാളെക്കുറിച്ച് ഇത് പറയുന്നു. So what you hold in your hand is talking about your tomorrow. ഹല്ലേലൂയ. ഇത് നാളെക്കുറിച്ച് പറയുന്നു. And it talks about your ഇത് tomorrow. ഉയർത്തി പിടിക്കുവാൻ സന്തോഷമുള്ളവർക്കായി സ്തോത്രം. ഇത് പറയുന്നത് പോലെ സംഭവിക്കുന്നു. And I thank God for people who lift up the Bibles because it has the future, and the ones who lift up the word of God is the one that will know. ഒരുവൻ ഒരിക്കലും അത് തളർന്നു പോകത്തില്ല. The one who trusts in this word will never fall or never be broken. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് ഉയർത്തി പിടിക്കുന്നവന്റെ ഉള്ളിൽ പ്രത്യാശ കൂടുക. And you know, when you hear all these things, that these things are happening, the one who lives the word, hope, it comes in them. അവന്റെ സന്തോഷം കൂടുക. The one who holds up the word of God, അവന്റെ happiness സമാധാനം and joy കൂടുക. comes in. The peace comes into അവന്റെ them. ധൈര്യം കൂടുക. And because he is encouraged even more. ഹല്ലേലൂയ. Hallelujah. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യങ്ങളോടകത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീട. രാജ്യങ്ങളോടകത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീട. What the song proclaims is that countries are fighting with each other. The world is turning against your people. It proclaims one truth: be prepared. Hallelujah. Hallelujah. നമുക്കതിന് ഒരുങ്ങാം. And you need to be prepared. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഒരുക്കം നമ്മളിൽ കൂടട്ടെ. When you see these things, you don't be anxious. One thing: be prepared. ദൈവവചനത്തെ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു വരുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് നിങ്ങളോട് പറയുവാനുള്ള ഒറ്റ വാക്ക് ഓർമ്മിക്കുവാൻ. നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. ഒരുങ്ങുവിൻ. Today morning when I'm preaching the word of God, I want to bring one word to you by the power of the Holy Spirit, and that is the word: be prepared. ഹല്ലേലൂയ. Hallelujah. ദൈവസഭയെക്കുറിച്ച് അല്ലെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ ഹല്ലേലൂയ ഈ സമയങ്ങളിൽ നടക്കുന്ന ഒട്ടനവധി കാര്യം ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. There are so many signs that are happening today that is mentioned in the word of the Lord. Matthew 22:24 verse 12. Matthew 22 verses 12. Can you read it? Matthew chapter 24 verse 12. 24 verse 12. 24. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് 24 verse 12. Such will be the spread of evil. Because of the increase of wickedness, Such will be the The love of the most will grow cold. സഭയിൽ നടക്കും. This will happen in the church. അധർമ്മം പെരുകിയത് കൊണ്ട് അധർമ്മം പെരുകിയതുകൊണ്ട് അനേകരും സ്നേഹം തണുത്തുപോകും. Because of the wickedness, the love towards one another will grow cold. Hallelujah. ദൈവസഭയിൽ നടക്കരുത്. This should not happen in the church. Love should not grow cold. Love should not grow cold. നമുക്ക് അന്യരെ സ്നേഹിക്കാൻ കഴിയും. You should be able to love one another. ആമേൻ. Amen. അടുത്തുള്ള ഒരു കരപ്പെടുത്ത് പറഞ്ഞിട്ട് Shake the hands of the person sitting next to you. love one another. Love one another. Love one എന്നിട്ട് another. പറഞ്ഞിട്ട് I love you so much. And say to the person sitting next to you, I love you so much. I love you so. I love you so much. I love you so. I love you so much. I love you so. I love you so much. Oh, I love my Jesus and I love you because of I love my Jesus and I love you because of my it. love overflows because of Jesus. My love overflows to you because of Jesus. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? How many of you are happy? Hallelujah. Hallelujah. I love you all. I love you all. I love you, my dear. I brother. love you, my dear. I love you, my sister. I love you, my sister. You are a lovely people.
chosen by God. You're lovely people chosen by God. Hallelujah! Hallelujah. We need a heart that loves each other. We need a heart that loves each other. Because the coming of Jesus so nearer and nearer, it is at hand. The Lord speaks us to have love for each other. The coming of the Lord is so near, and the Lord is telling, have love for one another. പണ്ട് ഞാൻ എപ്പോഴും പറയാം, പണ്ട് ഒരു ഹല്ലേലൂയ ദൈവമക്കള് ഹല്ലേലൂയ കണ്ടുമുട്ടുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് മാരാനാഥ. You know, when children of God used to meet in the olden days, they used to meet each other and they used to say Maranatha. Maranatha. ഇന്ന് ഭയങ്കര ഇന്ന് പറയുന്നത് praise the Lord. Today morning, nowadays we say praise the Lord. Hallelujah. Hallelujah. ഭയങ്കര അഡ്വാൻസ്ഡ് ആയി. We have advanced a bit more. Hallelujah. ഇന്ന് ദൈവമക്കൾ കാണുമ്പോൾ പറയുന്നത് hi good morning. Today when children of God see each other, they say hi, good morning. അല്ലെ praise the Lord മാറി. They praise the Lord, they have changed. മാരാനാഥ മാറി. And Maranatha, they have changed. Good morning. It became good morning. Good morning. It became good നമ്മൾ morning. തിരിഞ്ഞു വരണം. But you have to come back now. അല്ലെങ്കിൽ മാരാനാഥയിലേക്ക് You need വരണം. to come back to Maranatha. ഓ മാരാനാഥ. Maranatha. അവരും പറയണം അനാഥമ. And we have to say Anathama. ഹല്ലേലൂയ. അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. That is how the people of the days used to say. എന്താണ് ഇതിന്റെ അർത്ഥം? You know what it means? ഹല്ലേലൂയ. Hallelujah. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഹല്ലേലൂയ ആ യേശുക്രിസ്തു സ്നേഹം പങ്കുവെക്കുകയാണ്. And you're sharing, when you say this, you're sharing the love of Jesus. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ നീ ശപിക്കപ്പെട്ടവനെന്ന് അതിന്റെ അർത്ഥം. You know what Maranatha means? Is that if you don't accept Jesus, you will be cursed. ഹല്ലേലൂയ. അങ്ങനെ അതിനെ മറ്റൊരു ഭാഗത്ത് പറയുന്നത് യേശുക്രിസ്തു ഹല്ലേലൂയ ആ കർത്താവ് യേശുക്രിസ്തുവാകുന്ന കർത്താവ് വേഗം വരുന്നു. Another meaning of that is that Jesus Christ is coming soon. അവനെ സ്വീകരിക്കാത്തവൻ ഹല്ലേലൂയ ശപിക്കപ്പെട്ടവൻ എന്നാ പറയുന്നത്. It says the one who does not believe in it, in him will be cursed. ഹല്ലേലൂയ. Hallelujah. അതാണ് മാരാനാഥ. That's why you need to say Maranatha. ഒരാൾ പറയുക അവൻ പെട്ടെന്ന് വരുന്നു. One person is saying he will come back soon. ഇനി ഒരാൾ പറയുകയാണ് And the one who responds is saying അവനെ സ്വീകരിച്ചില്ലെങ്കിൽ that if you ശപിക്കപ്പെട്ടവൻ. don't believe in him, you will be cursed. ഹല്ലേലൂയ. Hallelujah. എന്ത് അനുഭവം അല്ലേ? What an experience. Right? കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ആ സ്നേഹം കൂടട്ടെ. And then let the love increase. പോരായ്മകൾ കാണാം. You may have a lot of drawbacks. പോരായ്മകൾ കാണാം. We all have drawbacks. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവർക്കും പോരായ്മകളില്ലേ? We all have drawbacks in our life. ഹല്ലേലൂയ. ചിലപ്പോൾ സ്നേഹിക്കാനൊന്നും പറ്റത്തില്ലേ? Sometimes you might not even be in a place to love that person. എന്നാലും കർത്താവ് പറയാ But still Jesus is saying, സ്നേഹിക്കുക. love. അതാണല്ലോ യേശു കാണിച്ചത്. And that is what Jesus showed. ഹല്ലേലൂയ. Hallelujah. മൂന്ന് കാര്യങ്ങളില് വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒന്നാണ് അത് സ്നേഹം. Out of the three things that still last, the most എന്തൊക്കെയാ powerful things, മൂന്ന് what കാര്യങ്ങൾ? are the three things? സമാധാനം, സന്തോഷം. Faith, അല്ല. hope, വിശ്വാസം, faith, പ്രത്യാശ, hope, സ്നേഹം. and love. ഹല്ലേലൂയ. മൂന്ന് കാര്യം. Three things. ഹല്ലേലൂയ. Hallelujah. വിശ്വാസം, Faith, പ്രത്യാശ, hope, പിന്നെന്താ സ്നേഹം. and what? ഇതിൽ Love. മൂന്നില് ഏതാ നിൽക്കുന്നത്? Which is the greatest of them all? സ്നേഹം. Love. ഹല്ലേലൂയ. Hallelujah. ഞാൻ എപ്പോഴും സന്തോഷിക്കും. And I always rejoice. വെള്ളക്കാരെ മാത്രം സ്നേഹിക്കുന്നല്ല പറഞ്ഞേ. It's not that white people love only white people. ഹല്ലേലൂയ. അവര് കർത്താവിന്റെ സ്തോത്രം കളർ മാറിയവരെ സ്നേഹിക്കും. Because white people will be able to love the colored people. സ്റ്റാൻഡേർഡ് ദൈവസഭയില് ഹൈറാർക്കികളില്ല. In God's church there is no hierarchy. ഹല്ലേലൂയ. അവിടെ കളർ വ്യത്യാസങ്ങളില്ല. In God's church there is no color. അവിടെ ഭാഷ In വ്യത്യാസങ്ങളില്ല. God's church there is no language. അതിനാണ് കർത്താവ് ഒരു പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ ഇവിടെ And that is why God has bound us together in perfectness. ഹല്ലേലൂയ. സഭ ഇങ്ങനെയാണ്. This is how the church should be. ഇവിടെയാ സന്തോഷം. This is where the joy ഇവിടെ is. മലയാളം പാടുമ്പോൾ ഇംഗ്ലീഷിലുള്ളവര് ഹല്ലേലൂയ പായിക്കും. You know, when we sing in Malayalam, people who only know English play the music. ഹല്ലേലൂയ. എന്ത് സന്തോഷല്ലേ? And how joyful it is to know that. Heaven is just like that. Heaven is the same. All people from all continents will come in one place that is called heaven. All people from all continents will come together in one place, and that is heaven. And God has put us together here in this place. And God has put us all in this place to love each other, to love each to other, showcase what Jesus is all about. to showcase what Jesus is all Hallelujah. about. Hallelujah. നമ്മുടെ യേശുവിന്റെ വരവിനെ കുറിച്ച് എപ്പോഴും പ്രത്യാശയുള്ളവരാണ്. And you and I should be people of hope and expectancy that Jesus Christ is coming soon. പണ്ട് നാളുകളിൽ ഈ പാട്ടുകളൊക്കെ പാടി 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 ആനന്ദിക്കുമായിരുന്നു. You know, in the olden days, they used to call hope songs. അല്ലെങ്കിൽ യേശുവിന്റെ വരവിനെ കുറിച്ച് And പറയുന്ന that പാട്ട്. hope is not just hope of the world, but hope of Jesus is coming. അല്ലെങ്കിൽ അത് പാടി സഭകളിൽ ആരാധിക്കും മണിക്കൂർ And you കണക്കിനാണ്. know, churches will worship just singing the hope song for hours and hours. എന്ന് വരും, എപ്പോൾ വരും, പോയതുപോലെ
songs of the days used to be he will come as he went, and that used to be the worship songs of the day. ഹല്ലേലൂയ. പാട്ടൊക്കെ എനിക്ക് പാടാൻ ആഗ്രഹം. And I love to sing those songs. ഹല്ലേലൂയ. കാത്തുകാത്തേകരായി നിൻവരവോർത്തു ഞാൻ നാളെത്ര നോക്കി. ഹല്ലേലൂയ. അങ്ങനെയൊക്കെയാ പാടുന്നത്. You know, the lyrics of the songs used to be, God, I'm waiting and waiting, I'm eagerly waiting for your coming. ഹല്ലേലൂയ. മൻപ്രിയനേ, ഹല്ലേലൂയ. ഇത്തരയിൽ വന്നു നിൻ ശുദ്ധരെ ചേർത്തുകൊള്ളണമെന്ന് And പാടുന്നു. it says, Jesus, you're coming back soon to take your church with you. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നുമേ. And you know, the lyrics of the songs used to be, God, I'm thirsting and greeding to see you, and I'm not excited to wait for anything else but to wait for your coming. യേശു വരാറായി. Because Jesus is coming soon. സഭയുടെ സ്നേഹം ഊഷ്മളമാകട്ടെ. The time for church to rise up in love. ഹല്ലേലൂയ. സഭയുടെ ഐക്യത ഊഷ്മളമാകട്ടെ. Time for church to rise up in unity. സഭയുടെ ഐക്യതയിൽ ഹല്ലേലൂയ വലിയ ഒരു ഫോഴ്സ് ഉണ്ടാകട്ടെ. And you know that there's to be a big shift in the unity of the church. Not because that we are building our kingdom, we are building the kingdom of heaven. You are not building your kingdom, you are building the kingdom of heaven. Jesus is in the throne. Jesus is in the throne. Hallelujah. Hallelujah. ഇസ്രായേൽ, അതാണ് അത്തിയെ നോക്കി പറയാന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഇസ്രായേലിനെ നോക്കുക എന്നാണ് പറയുന്നത്. That's what it says in Matthew chapter 24 verses 32 says, when you look at the fig tree represents Israel. ആമേൻ. Hallelujah. 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 ആ ഇസ്രായേൽ, ഹല്ലേലൂയ. അത്തിയെ നോക്കി ഉപമ പഠിക്കുക. അതിന്റെ കൊമ്പ് ഇളതായി അതിന് ഇല തണുക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കി. And you know, it says here, now learn this lesson from the fig tree, which is Israel. As soon as its twigs get tender and its leaves come out, you know that summer is near. Hallelujah. Hallelujah. ഇസ്രായേലിനെ കർത്താവ്, എന്റെ വിഷയം ഇസ്രായേൽ അല്ല, എന്നാലും ഇസ്രായേൽ ഇല്ലാതെ ഇതില്ല. You know, my topic is not Israel, but without Israel, this is not there. ഹല്ലേലൂയ. അവിടെ കർത്താവ് പറയുകയാണ്, അവരെ നോക്കുമ്പോൾ നീ മനസ്സിലാക്കും. And it says that when you look at Israel, understand this truth. ഹല്ലേലൂയ. ലോകത്തിലെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരും അടിച്ച് മർദ്ദനങ്ങളാൽ ഹല്ലേലൂയ സഹിക്കട്ടവരുമായി കർത്താവ് ശക്തിയില്ലാത്തവരായി ഹല്ലേലൂയ ചിതറിപ്പാർത്ത ഒരു കൂട്ടമാണ് ഇസ്രായേൽ. You know, Jews are a group of people that are hated the most, and they have been scattered because of the results of persecutions and attacks on these group of people. എന്നാലും ഇന്നും തകരാത്തവരായി നശിക്കാത്തവരായി വളരെ ആർജവമോടെ ശക്തിയോടെ നിലനിൽക്കുന്നെങ്കിൽ മനസ്സിലാക്കണമേ, ദൈവം ഈ ഹത്തിയെ തളർപ്പിക്കുകയാണ്. And you know, understand this one truth. Even though they were small and they were scattered and they were abused and killed, and they are still a small group that God sustains. Understand this truth, that it is the fig tree, the twigs get tender, its leaves come out, Hallelujah. and they are flourishing അത് still, ശക്തിപ്പെടുകയാണ്. and they are becoming strength to അത് strength, ശക്തിപ്പെടുകയാണ്. and they are becoming stronger, അതിനെ ആർക്കും ഹല്ലേലൂയ നിഷേധിക്കുവാൻ കഴിയുന്നില്ല. and no one can stop them. ചെറിയ രാഷ്ട്രം, They are a small nation, ചെറിയ ഒരു രാഷ്ട്രം, they are very small, ഭയങ്കര ശക്തമാണ്. but yet so powerful. ഇവിടെ ഇത് പറയുമ്പോൾ ഒരു ആത്മീക അർത്ഥം ഇതിൽ കൂടി ഞാൻ പറയാം. And when I say this, let me tell you a prophetical thing. അല്ലാതെ ഇതൊരു അല്ലൊരു ചെറിയ രാഷ്ട്രം, അതൊരു ഫിസിക്കൽ രാഷ്ട്രത്തെ കാണിക്കുന്നത്. You know, when it is a small nation, it shows you that it's a physical nation. ബട്ട് നമ്മളൊക്കെ സ്പിരിച്വൽ ഭാഗമാണ്. But you are a spiritual members of that nation. ഹല്ലേലൂയ. Hallelujah. നമ്മൾ ന്യൂ ഇസ്രായേൽ. You are the new Israel. ഹല്ലേലൂയ. Hallelujah. കർത്താവിന്റെ സ്തോത്രം. നമ്മളെ സ്പിരിച്വൽ ബോഡി ആയിട്ട് And കർത്താവ് God has seen you as a spiritual body. അവർ തകരാത്തതിന്റെ 4 കാര്യം ഞാൻ പറഞ്ഞു And നിർത്താൻ പോകുന്നു. I'm going to tell you the 4 reasons why they അവർ are, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. because they are God's chosen people. ഹല്ലേലൂയ. Hallelujah. എനിക്ക് സന്തോഷമുണ്ട്. How many of you are happy നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ നിയമ ഇസ്രായേൽ. that you and I are the new Israel that has been chosen by God? ആമേൻ. Hallelujah. സന്തോഷമില്ലേ Are you നിങ്ങൾക്ക്? not happy to know that? അത് ദൈവം തിരഞ്ഞെടുത്തതൊന്നും നശിക്കത്തില്ല. Because what God has chosen, no man can destroy. ദൈവം തിരഞ്ഞെടുത്തതിനെ ദൈവം സൂക്ഷിക്കും. And the one that God has chosen. എത്രയോട് മനസ്സിലായോ? Hallelujah. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെന്ന് ബോധ്യമുള്ളവർക്കായി. How many of you are completely sure that God has chosen me? ദൈവവചനം ബോറാകുന്നുണ്ടോ? Are you being bored of the word of God? അല്ല, ദൈവവചനം ബോറാക്കത്തില്ല. Because the word of God will never നമ്മളെ bore ദൈവം you. തിരഞ്ഞെടുത്തിരിക്കും. And the word of God is saying today to you this ദൈവം morning തിരഞ്ഞെടുത്താൽ that God chose you, and when God chose you, ദൈവം സൂക്ഷിക്കും.
And He will keep you ദൈവം safe. സൂക്ഷിക്കും. And He will keep you പറഞ്ഞാട്ടെ, safe. ദൈവം സൂക്ഷിക്കും. Say, God will keep me safe because He's chosen me. അടുത്തുള്ളവരെ കൈയെടുത്ത് പറഞ്ഞാട്ടെ, ദൈവം സൂക്ഷിക്കും. And say, shake the hands of the person sitting next to you. I will be safe because God has chosen me. ഹല്ലേലൂയ. ദൈവം സൂക്ഷിക്കുന്നു. And God will keep me safe. ഹല്ലേലൂയ. God will protect you. God will protect you. God will protect you. God will protect Hallelujah. you. God will protect you. God will protect God you. will protect your family. God will protect your family. God will protect your children. God will protect your children. God will make you, hallelujah. God will preserve you so that, hallelujah, when He comes, He will take you with Him. God will preserve you so that when He comes, He will അവൻ take you with Him. കാക്കുന്നതിന്റെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ കാര്യമൊക്കെ അവനോട് ഒപ്പം നിൽക്കാൻ. You know why He protects and keeps you safe? So that He can take you with Him. രണ്ട്, അതുകൊണ്ട് തന്നെ അവർ വിശേഷത ഉള്ളവരാണ്. And second, because God has chosen them, they are special. Amen. എത്ര പേർക്ക് കയ്യിൽ നെഞ്ചിൽ വെച്ച് പറയാൻ കഴിയും, ഞാൻ കർത്താവിന്റെ ദൃഷ്ടിയിൽ വിശേഷതയുള്ളവൻ? And how many of you are able to keep your hands on your heart and say, God has I am very special to God. I am very special to God. പറഞ്ഞു. Keep your hands on your heart and say, I am very special. I am special to God. I am special to God. Hallelujah. Ronald, would you please come here? Ronald, would you please come here? Come here. Yeah. I am very special to God. 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 I am very special Because to I God. am chosen from Because God. I have been chosen by God. By God. By God. Hallelujah. So that I am very special. So I am very special. Hallelujah. Hallelujah. എപ്പോഴും പറയണം, ഞാൻ ദൈവത്തിന്റെ ഒരു വിശേഷത ഉള്ള വ്യക്തി. Always say to yourself that I am chosen and special to God. Hallelujah. Hallelujah. ഞാൻ കർത്താവിൽ നിന്ന് വിശേഷത ഉള്ളവൻ. I am special. ആരും എനിക്ക് മാന്യത തന്നില്ലെങ്കിലും, If no one recognizes you, ആരും ഓണർ if ചെയ്തില്ലെങ്കിലും, no one honors you, എന്റെ കർത്താവ് എന്നെ വിശേഷത ഉള്ളവനായി. remember that God, you are special. Hallelujah. Hallelujah. മൂന്നാമത്തേത്, Third thing, ഹല്ലേലൂയ, ദൈവം നമ്മളെ വിശേഷമുള്ള വ്യക്തിയാക്കിയത് കൊണ്ട് ദൈവം നമ്മളെ തകർക്കുന്നില്ല. and because you are a special people, God never destroys you. ഹല്ലേലൂയ. സ്തോത്രം. Hallelujah. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let's all our eyes be closed. ഒരു നിമിഷം എഴുന്നേറ്റ് Can നിൽക്കാമോ? you all rise up to your feet? നിങ്ങളുടെ ഉള്ളിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു? How many of you have that consciousness that God has chosen you? Hallelujah. ദൈവം നമ്മളെ കാത്ത് സൂക്ഷിക്കുകയാണെന്നുള്ള ബോധ്യം എത്ര പേർക്കുണ്ട്? How many of you have that assurance that God is preserving you for His coming? ഹല്ലേലൂയ. Hallelujah. നീ ബൈ ചാൻസിൽ ഇവിടെ വന്നതല്ല. You are not here by chance. ഈ സഭയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ ഹല്ലേലൂയ, ഇത് ബൈ ചാൻസ് ആണെന്ന് ഓർത്താ തെറ്റിപ്പോയി. If you think you have landed in this church by chance, you are wrong. ഹല്ലേലൂയ, ദൈവം കൂട്ടിവരുത്തില്ല. It is God who has brought you here. നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. Because God is the one who chose you. അതുകൊണ്ട് തന്നെ നീ വിശേഷതയുള്ളവനാണ്. And hence why you are special. നിന്നിൽ എന്തെങ്കിലും നിറവേറിയ അല്ലെങ്കിൽ ദൈവഹിതം നിറവേറി. And if something is fulfilled in you, remember it is God's promises that His will is being fulfilled. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. You have been chosen by God. ഈ ലോകത്തിലെ ഏത് ശക്തിക്കും No powers of this world നിന്നെ തകർക്കുവാൻ കഴിയില്ല. cannot touch you, നിന്നെ തകർക്കുവാൻ കഴിയില്ല. cannot destroy you. ഞാൻ ആത്മതലത്തിൽ നിന്ന് പറയട്ടെ, I'm നിന്നെ talking- ഒരു ശക്തിക്കും തൊടുവാൻ കഴിയുകയില്ല. I'm talking in spiritual realm that God, no powers of this നിന്റെ darkness തലയിലെ can touch ഒരു you. മുടി നിലത്ത് വീണാൽ അത് ദൈവം അറിയും. You know, one strand of hair, if it falls down, God knows it. ഹല്ലേലൂയ. Hallelujah. നിന്റെ തലയിലെ ഒരു മുടി പോലും എണ്ണുന്ന ഒരു ദൈവം. Because God counts each and knows the count of each and very hair in your head. ആരോ പറഞ്ഞു, ഒരു മനുഷ്യന്റെ തലയിൽ 1,80,000 അല്ലെങ്കിൽ മുടികളാ ഉള്ളത്. Someone said that in a man's head there is 180,000 strands of hair. അതിൽ ഒന്ന് താഴെ വീണ ദൈവത്തെ അറിഞ്ഞെങ്കിൽ, And if just imagine if that is the strands of the hair, and if one falls down and God knows it, 1,80,000 മുടിന്ന് ഒന്ന് വീഴുമ്പോൾ ആ ഒന്നിന്റെ കണക്ക് ദൈവം അറിഞ്ഞെങ്കിൽ, and just imagine one strand falls and God knows the count of it. ഒരു ഹൃദയമുള്ള നിന്റെ ഹൃദയത്തിന്റെ ഭാഷ ദൈവത്തിന് അറിയത്തില്ലേ? And one heart that you have, God wouldn't know that heart. He will know it if it goes through a tough time. 1,80,000 മുടിയുള്ള നിന്റെ തലയിൽ നിന്ന് ഒന്ന് നിലത്ത് വീഴുമ്പോൾ അതിന് കണക്കെടുക്കുന്ന ദൈവമാണെങ്കിൽ, if God is the one who keeps an account of the one hair that falls out from the 180,000 of hair strands you have, ഒരു തലയുള്ള നിന്റെ ഈ തലയിൽ ഹല്ലേലൂയ വ്യാപരിക്കുന്ന ചിന്തകളെ ദൈവം അറിയുന്നില്ലേ? so what if you're a person with one mind,
God, wouldn't He be thinking about what you're thinking? Hallelujah. എത്ര പേർക്ക് How മനസ്സിലാകും? many of you are able to understand and comprehend what I'm trying to say? എത്ര പേർക്ക് മനസ്സിലാകും? How many of you are able to understand? ഹല്ലേലൂയ. Hallelujah. ആകാശം വിരിച്ചവൻ, Because He is the one who stretched the ഭൂമിക്ക് sky. അടിസ്ഥാനം ഇട്ടവൻ, He put the foundations of the earth. മനുഷ്യന്റെ ആത്മാവിലേക്ക് അവന്റെ സ്പിരിറ്റ് ഇട്ടവൻ. He sent His Spirit into the inner man. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ നമ്മളെ തികവുള്ള ഒരു വ്യക്തിയാക്കി, And he പൂർണ്ണമായ വ്യക്തിയാക്കി ദൈവം നിർത്തിയിരിക്കുന്നു. And God has put you in this place as a complete being. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. His Spirit is in you. അത് നമ്മളെ സൂക്ഷിക്കുവാൻ പര്യാപ്തം. And that Spirit is what is protecting you. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. All eyes closed. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. All eyes closed. ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ള കർത്താവേ, Oh Lord, our Heavenly Father, തിരുസന്നിധിയോട് ഞങ്ങൾ അടുത്ത് വരും. we come into your presence. ഇന്ന് പകൽക്കാലവും അങ്ങ് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. Thank you, Father God, for speaking to us today. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ I know that we are living in a day that you're coming very close. ഞങ്ങൾ അതിൽ ഒരുക്കമുള്ളവരായി തീരേണ്ടതിന് നമ്മളെ ഒരുക്കണം. Father God, prepare us to be prepared. ഹല്ലേലൂയ. Hallelujah. Thank you Lord. Hallelujah. നമ്മളെ കർത്താവേ സ്നേഹത്തിൽ ഒന്ന് ഒരുക്കണം. Father God, prepare us in love towards one another. ഐക്യതയിൽ ഒരുക്കണം. Father God, prepare us in unity to one ആത്മിക another. സൂക്ഷ്കാന്തിയിൽ ഒരുക്കണം. Father God, prepare us in spiritual readiness. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ എപ്പോഴും അത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും വിശേഷത ഉള്ളവരെന്നും ഉള്ള ഉത്ബോധം ഞങ്ങൾക്ക് നൽകണം. Father God, help us live with complete consciousness that we are chosen and we are the special people of God. അങ്ങയ്ക്ക് വേണ്ടി നിലനിൽക്കാൻ ഞങ്ങളെ സഹായിച്ചാൽ Lord, help us stand for you. ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിറവോടെ ചിന്ത, ഹല്ലേലൂയ, ആ കർത്താവേ, എന്റെ ദൈവം വിളിച്ചിരിക്കുകയാണ്, എന്റെ ദൈവം നടത്തും എന്നുള്ള കാഴ്ചയിലേക്ക് നമ്മൾ നടത്തേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. Father God, today morning I pray that your children of God will have a complete consciousness that they have been chosen and you will lead them. പതറാതെ നിൽക്കുവാൻ, കുലക്കാതെ നിൽക്കുവാൻ, ശക്തരായി നിൽക്കുവാൻ, ധൈര്യമായി നിൽക്കുവാൻ സഹായിക്കണം. Father God, help your children to stand unshaken, unwavered, unafraid, Father God, in your midst, Lord. അങ്ങനെ മക്കളെ അനുഗ്രഹിക്കണം. Bless your children. ഈ അടുത്ത ആഴ്ചയിൽ അവർ കയറുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. Let your children in the houses that they go be blessed. അവർ കയറുന്ന വാഹനം അനുഗ്രഹിക്കപ്പെടണം. Let the cars that they get into be blessed. അവർ ജോലി ചെയ്യുന്ന മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. Let the workplaces that they work in be blessed. പ്രിയ മക്കൾ പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ അവർ അനുഗ്രഹിക്കപ്പെടണം. Let the universities that your children walk into be blessed. ഹോസ്പിറ്റലുകൾ ബ്ലെസ് Let ചെയ്യപ്പെടണം. the hospitals be blessed. സ്കൂളുകൾ Let അനുഗ്രഹിക്കപ്പെടണം. the schools be blessed. പ്രിസൺ Let അനുഗ്രഹിക്കപ്പെടണം. the prisons be blessed. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹമാക്കണം. In Jesus' name, let them be a blessing in the place of where they are. നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. We give them into your hands. അടുത്ത ആഴ്ച നടക്കുവാൻ എല്ലാ മീറ്റിംഗുകളെയും അനുഗ്രഹിച്ച Lord, all the meetings that are scheduled for next week, we give them into കരങ്ങളിലേക്ക് your hands. സമർപ്പിക്കും. We give ourselves into your hands. മഹത്വം All glory belongs to you. യേശുവിൻ In നാമത്തിൽ Jesus' name we pray. ആമേൻ.